ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം. വിശുദ്ധ നോയമ്പിന്റെ നാളുകളിലാണ് നമ്മുടെ ആത്മീയ മസിൽ ശക്തി പ്രാപിക്കാൻ നമുക്കായി ഒരുക്കപ്പെടുന്ന നല്ലൊരു കാലഘട്ടം. പക്ഷെ നമുക്കറിയാം, ഈ സമർപ്പണത്തിൽ കുതിപ്പും കിതപ്പും ഉണ്ടാകാം. അത് സ്വാഭാവികമാണ്. പ്രിയപ്പെട്ടവരെ, മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ 10 കന്യകമാരുടെ ഉപമ, അതിനുശേഷം താലന്തകളുടെ ഉപമ, അതിനുശേഷം അവസാന വിധി, നമ്മൾ അനേക തവണ കേട്ടിട്ടുള്ള ഉപമകളും സംഭവങ്ങളുമാണ്. എന്നാൽ ഈ നൊയമ്പിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രവേശനം നിഷേധിക്കപ്പെട്ട 5 കന്യകമാർ അത്ര മോശമൊന്നുമല്ലായിരുന്നു. അവർ കാത്തു നിന്നവരാണ്, കയ്യിൽ എണ്ണയുണ്ടായിരുന്നവരാണ്. അധികം അവർ സൂക്ഷിച്ചു വച്ചില്ല എന്നുള്ള ഒരൊറ്റ കാരണം. താലന്തുകളുടെ ഉപമയിൽ ഒരെണ്ണം കിട്ടിയവൻ മറ്റൊരു തെറ്റും ചെയ്തിട്ടില്ല. ആരെയും ഉപദ്രവിക്കാൻ പോയില്ല, ആരുടെയും മുതുകത്ത് കയറിയില്ല. ഒരു നിരുപദ്രവകാരിയായ ഒരു മനുഷ്യൻ സ്വസ്ഥമായി തന്റെ ബോധ്യമനുസരിച്ച്, തന്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് അങ്ങനെ അങ്ങ് ജീവിച്ചു കൂട്ടി. അവസാന വിധിയിൽ നമ്മൾ കാണുന്നത്, ഒരുപക്ഷെ നല്ല മനുഷ്യരാണ്, പ്രമാണങ്ങൾ അനുസരിച്ചിട്ടുണ്ട്, പള്ളിയിൽ പോയിട്ടുണ്ട്, പ്രാർത്ഥനകൾക്ക് മുടക്കമില്ല, ജപമാലയ്ക്ക് മുടക്കമില്ല. പക്ഷെ കർത്താവ് ചോദിക്കുകയാണ്, നീ ഉപേക്ഷയാൽ ഒരു രോഗി നിനക്ക് ചുറ്റുമുണ്ടായിരുന്നപ്പോൾ, കാരാഗ്രഹത്തിൽ കിടക്കുന്നവനുണ്ടായിരുന്നപ്പോൾ, ഭവനമില്ലാത്തവൻ നിനക്ക് ചുറ്റുമുണ്ടായിരുന്നപ്പോൾ, നീ തെറ്റൊന്നും ചെയ്തില്ല. പക്ഷെ ഉപേക്ഷയാൽ നീ ചില കാര്യങ്ങൾ മറന്നുപോയോ, നീ ചില കാര്യങ്ങൾ ചെയ്യാതെ പോയോ? പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ നൊയമ്പ് ആഴമേറിയ ഒരു രൂപാന്തരീകരണത്തിന് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഒട്ടും യോഗ്യതയോടുകൂടിയല്ല ഇത് പങ്കുവയ്ക്കുന്നത്. എല്ലാ അയോഗ്യതകളോടും എല്ലാ ദുർഭഗതകളോടും ചേർന്ന് ഇത് ശ്രമിക്കുന്ന ഓരോരുത്തരോടും ചേർന്ന് ആ വിവേകം ഉള്ള 5 കന്യകമാരുടെ ഗണത്തിലേക്ക് മാറുവാൻ നമുക്ക് സാധിച്ചാൽ, 5 കിട്ടിയവൻ 10 ലഭിക്കുന്ന സാഹചര്യങ്ങളും കൃപകളും അനുഗ്രഹങ്ങളുമൊക്കെ അല്പം കൂടി വർദ്ധിപ്പിക്കാൻ സാധിച്ചാൽ, നമ്മുടെ ആധ്യാത്മിക ജീവിതം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം അതിൽ മാത്രം ഒതുങ്ങാതെ അവിടെ നിന്ന് സ്വീകരിക്കുന്ന ഊർജം അപരനിലേക്ക് ഒഴുക്കുവാൻ സാധിച്ചാൽ, ഈ നൊയമ്പിന്റെ ദിനങ്ങൾ വിശുദ്ധമാകും, നമ്മുടെ ജീവിതം വിശുദ്ധമാകും. നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് ക്രിസ്തുവിന്റെ പരിമളം പരക്കുക തന്നെ ചെയ്യും.